1, 2, 3, go. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമ്മൾ രണ്ടുപേരും രണ്ട് വാഹനങ്ങളും ഫില്ലെണ്ണ വെച്ചിട്ടാണ് നമ്മൾ ട്രൈ ചെയ്യാനായിട്ട് പോകുന്നത്. വേറൊരാൾ ഓടിക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും. പിന്നെ ആക്സിലറേഷൻ കൊടുക്കുമ്പോൾ ഒരു ലാഗ് തോന്നുന്നുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ ആക്സിലറേഷൻ കൊടുത്തൊന്ന് നിന്ന് വണ്ടി എടുക്കുന്നുള്ളൂ. അതുപോലെ തന്നെ ബ്രേക്ക് പിടിച്ച് കഴിയുമ്പോഴും ബ്രേക്ക് പിടിച്ചിപ്പോൾ നമ്മളൊരു കയറ്റത്ത് വെച്ച് ആക്സിലറേഷൻ കൊടുത്താലും അവിടെ ഒരു അത് നമ്മുടെ ഒരു മൗലിക അവകാശമാണ്. ബാറ്ററി പാക്കിന് പൊട്ടലുണ്ടാവാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് അത് ചെയ്യരുതെന്ന് പറഞ്ഞു. റേഞ്ച് വെച്ച് നോക്കിയപ്പോൾ എനിക്ക് എടുക്കേണ്ടിയിരുന്നില്ല എന്നൊരു ഫീല് തോന്നിയിരുന്നു. ഹലോ ഫ്രണ്ട്സ്, വോക്കുന്നിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഒലയും ഏതറിൻ്റെയും കമ്പാരിസൺ വീഡിയോ ആയിരുന്നു നമ്മുടെ തൊട്ട് മുമ്പിലത്തെ വീഡിയോ. ആ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഏതറിൻ്റെ ഒല യൂസ് ചെയ്തിട്ട് എങ്ങനെയുണ്ട്, ആ ഒരു വ്യത്യാസം എന്തൊക്കെയാണ് ഫീൽ ചെയ്തതെന്നുള്ളൊരു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനെപ്പറ്റിയാണ് നമ്മളിന്ന് ചെയ്യുന്നത്. ഞാൻ ആളെ നേരത്തെ പരിചയപ്പെടുത്തിയിട്ടുള്ളതാണ്. നമ്മുടെ ഏതറിൻ്റെ 5000 കിലോമീറ്റർ യൂസർ എക്സ്പീരിയൻസ് ഡേവിഡ് ഏട്ടൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് നേരത്തെ അറിയാവുന്ന ആൾ തന്നെയാണ്. ഓക്കെ, അപ്പം അദ്ദേഹത്തോട് ചോദിച്ച് ഒല ഞങ്ങൾ കുറച്ച് ഡിസൈൻസൊക്കെ നമ്മൾ ഓടിച്ചായിരുന്നു. അപ്പം പുള്ളിക്കാരൻ ഇത് ഓടിച്ചിട്ട് എന്തൊക്കെയാണ് ചേഞ്ചസ് വന്നതെന്നാണ് നമ്മൾ ചോദിക്കാൻ പോകുന്നത് അല്ലേ. അപ്പം എത്ര കിലോമീറ്റർ ആയി? നമ്മളന്ന് 5000-ലാണ് റിവ്യൂ ചെയ്തത്. ഇപ്പോൾ എത്ര കിലോമീറ്റർ ആയിട്ടുണ്ട്? 10,000 കവർ ചെയ്തിട്ടുണ്ട്. 10,000 കവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ ഓക്കെ. അപ്പം വേറെ പ്രശ്നങ്ങളായിട്ടൊന്നും വന്നില്ല. ടയർ ഒരെണ്ണം ചേഞ്ച് ചെയ്തു. ഓക്കെ, അതെങ്ങനെയാണ് ചേഞ്ച് ചെയ്തത്? സർവീസ് സെന്ററിൽ അവിടെ കൊണ്ടുപോയി ചേഞ്ച് ചെയ്തു. അപ്പോൾ അത് മാത്രമാണ് ചെറിയൊരു ഇതായിട്ട് തോന്നുന്നത്. കൊണ്ടുപോയിട്ട് വേണം എന്ത് കാര്യവും. ടയർ പോലും ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റില്ല. ഓക്കെ ഓക്കെ. അപ്പോൾ പോകുന്ന വഴിക്ക് ഇപ്പം പത്തനംതിട്ട കൊച്ചി പോകുന്ന റൂട്ടിൽ വേറെ സർവീസ് ചാർജിങ് സ്റ്റേഷൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നോ? ഇല്ല. അങ്ങനെ ചാർജിങ് സ്റ്റേഷനുകളുണ്ട്. പക്ഷെ നമുക്ക് അവിടെ 2 വീലർ ചാർജ് ചെയ്യാനായിട്ടുള്ള ഫെസിലിറ്റി വന്നിട്ടില്ല. അപ്പം നമ്മുടെ ചാർജർ വെച്ച് തന്നെ ഷോപ്പിൽ വല്ലതും ആശ്രയിക്കേണ്ടി വരും. അങ്ങനെ പറ്റുള്ളൂ. ഞാൻ കൊണ്ടുപോയത് വണ്ടിയിലാണ് കൊണ്ടുപോയത്. അതുകൊണ്ട് കുഴപ്പമില്ല അതല്ലേ. ഓക്കെ ഓക്കെ. അപ്പം ട്രിവാൻഡ്രത്ത് തുടങ്ങിയിട്ടുണ്ട്. ട്രിവാൻഡ്രം എനിക്കൊന്ന് കമ്പാരിറ്റീവ്ലി 100 കിലോമീറ്റേഴ്സേ ഉള്ളൂ ട്രിവാൻഡ്രം. മറ്റേത് 130 റേഞ്ച് 140 വരുന്നുണ്ട്. അപ്പം ട്രിവാൻഡ്രമാണ് നമുക്ക് കുറച്ചുകൂടെ അടുത്തെന്ന് തോന്നുന്നു, പോയി വരാൻ പറ്റുമെന്ന് തോന്നുന്നു. ഓക്കെ ഓക്കെ. അപ്പം ഒല എത്തിയിരിക്കുകയാണ്. കുറേ കാലം കൊണ്ട് പറഞ്ഞ് വലിയൊരു തരംഗമായിട്ട് ഒല വന്നിരിക്കുകയാണ്. അപ്പം ഒലയെ പറ്റി കേട്ടപ്പോൾ എന്തായിരുന്നു, ഏതൊരു എടുക്കണ്ടെന്ന് തോന്നിയോ അതോ ഒലയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടിയായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നോ? റേഞ്ച് വെച്ച് നോക്കിയപ്പോൾ എനിക്ക് എടുക്കേണ്ടിയിരുന്നില്ല എന്നൊരു ഫീല് തോന്നിയിരുന്നു. 180 ഒക്കെ പറയുന്നുണ്ടായിരുന്നു. അതിപ്പോ ഏതൊരു കാര്യത്തിലാണെന്നുണ്ടെങ്കിലും നമ്മളൊരു തീർച്ചയായിട്ടും പുതിയൊരു മോഡൽ വരുമ്പോൾ നമുക്ക് ഇപ്പൊ ഏതാണെന്നുണ്ടെങ്കിലും നമ്മൾ അത് വേണ്ടായിരുന്നു, ഇത് മതിയായിരുന്നു എന്ന് തോന്നിപ്പോകും. പിന്നെ ഇപ്പോ പക്ഷെ അന്ന് ഏതായിരുന്നു ബെസ്റ്റ് ആയിട്ടുള്ളത്. ഓക്കെ. പിന്നെ ഏതറിലോട്ട് തന്നെ തിരികെയായിരുന്നു. അപ്പം ഒല നമ്മൾ കുറച്ച് ചെറിയ ഓട്ടങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നത്, ചെറിയൊരു ഷോർട്ട് റൈഡ് നടത്തിയതിൽ എന്തൊക്കെയാണ് അപ്പം ഏതറിനെ അപേക്ഷിച്ച് ഒലയ്ക്ക് എന്തൊക്കെ ഗുണങ്ങളാണ് അല്ലെങ്കിൽ ദോഷങ്ങളാണ് ഫീൽ ചെയ്തത്? എനിക്ക് പേഴ്സണലി വണ്ടിയുടെ ലുക്ക് വൈസ് ഒക്കെ ഇഷ്ടപ്പെട്ടു. അത് ഏതർ എടുക്കുന്നതിന് മുന്നേ എനിക്ക് ഓല അവർ ഈ ഡിസൈനകത്തിലൊക്കെ നമുക്ക് ഫോട്ടോസ് അവൈലബിൾ ആയിരുന്നപ്പോഴൊക്കെ ഡിസൈൻ വൈസ് ഇഷ്ടമായിരുന്നു. നമ്മൾ ഈ ഇംഗ്ലീഷ് ഹോളിവുഡ് മൂവീസിലൊക്കെ കാണുന്ന പോലെയുള്ള ഒരു ലുക്ക്, അത് കൊള്ളാം. വണ്ടി ലുക്ക് വൈസ് കൊള്ളാം. പിന്നെ റൈഡ് ചെയ്തപ്പോഴ് നമുക്ക് ഈ സ്വിച്ചസ് ആണ് ഒരു മെയിൻ നമുക്കൊരു പ്രോബ്ലം ആയിട്ട് തോന്നുന്നത്. കൺഫ്യൂഷൻ വരും. എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഏതൊരാണെങ്കിലും ഏതൊരു സ്കൂട്ടർ ഓടിക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലൈറ്റ്, ഹോൺ, ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ യൂസർ ഫ്രണ്ട്ലി കാണാപ്പാടാം. നമുക്കത് ഏത് വണ്ടിയാണെന്നുണ്ടെങ്കിലും നമുക്കത് പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും. ഇത് പക്ഷേ നമുക്ക് എവിടെ ആണെന്നുണ്ടെങ്കിലും ഹോൺ ആണെങ്കിലും സ്റ്റാർട്ട് ചെയ്യാനാണെങ്കിലും എല്ലാം ഒന്ന് നമുക്ക് നോക്കേണ്ടി വരും. അല്ലെങ്കിൽ കുറച്ചൊന്ന് യൂസ് ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പോൾ അതങ്ങ് വണ്ടി ആണെങ്കിൽ കഴിയുമ്പോഴത്തേക്കും അത് യൂസറിന് സെറ്റ് ആയിക്കോളും. വേറൊരാൾ ഓടിക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും. അതുപോലെ തന്നെ ഈ കീ ഇല്ലാത്തതൊരു ഇതായിട്ട് തോന്നി. എന്നുവെച്ചാൽ നമുക്കിപ്പം വേറെ ആർക്കെങ്കിലും വണ്ടി ഒന്ന് ജസ്റ്റ് എടുത്തുകൊണ്ട് പോയാലും പാസ്വേഡ് എൻ്റർ ചെയ്യേണ്ടി ഒരു അവസ്ഥയുണ്ട്. പാസ്വേഡ് ആളുടെ കയ്യിലായി കഴിഞ്ഞാൽ ആൾക്ക് എപ്പോൾ വേണേലും വണ്ടി ആക്സസ് ചെയ്തുകൊണ്ട് പോകാമല്ലോ. അതിനെന്തോ കാര്യങ്ങൾ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നു. അന്ന് ലോഞ്ച് ചെയ്യുന്ന നേരം കീലെസ് എൻട്രി ഫോണുമായിട്ട് കണക്ട് ചെയ്തിട്ടോ മറ്റോ ഒരു ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫോണിന്റെ പ്രൊഫൈൽ വെച്ചിട്ട് ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് നമുക്ക് ഇപ്പോൾ ഏതൊരു സ്കൂട്ടർ ആണെന്നുണ്ടെങ്കിലും നമുക്ക് പ്ലാറ്റ്ഫോമിൽ കുറച്ച് ലഗേജ് അത്
നമ്മുടെ ഒരു മൗലിക അവകാശമാണ്. കുറച്ച് ലഗേജ് അവിടെ വെച്ചേ പറ്റുള്ളൂ. അതിപ്പോ ഒരു ബാഗ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ട്രാവൽ ബാഗ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ ഫ്രണ്ടിൽ വെക്കും. പക്ഷേ ഈ ഹെൽമെറ്റ് ചില ഹെൽമെറ്റ് ഒക്കെ വേണേൽ അങ്ങോട്ട് വെച്ചിട്ട് കട ഷോപ്പിലോട്ടൊക്കെ കയറാനാണെങ്കിലും അത് ആ ഒരു ഹമ്പുള്ളതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നി. അത് ഒന്നിനും അവിടെ നമുക്ക് പ്ലാറ്റ്ഫോം യൂസ് ചെയ്യാൻ പറ്റാത്തൊരു ഇതായി. ഒരു വലിയ വെയിറ്റ് ഒന്നും ഇല്ലാത്തതൊക്കെ നമുക്ക് അവിടെ ക്യാരി ചെയ്തുകൊണ്ട് പോകാൻ പറ്റും. വീഡിയോയിൽ പറഞ്ഞായിരുന്നു നമ്മള് ഗ്യാസ് കുറ്റിയുടെ കാര്യം. വെക്കാൻ നോക്കി, കാലിക്കുറ്റി പോലും വെച്ചില്ല. അത് അവിടെ ചോദിച്ചപ്പോഴേ അവിടെ സർവീസ് സെന്ററിൽ പറഞ്ഞു കുറ്റി ദയവ് ചെയ്ത് കയറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാറ്ററി പാക്കിന് പൊട്ടലുണ്ടാവാൻ ചാൻസ് ഉണ്ടെന്ന്. അതുകൊണ്ട് അത് ചെയ്യരുതെന്ന് പറഞ്ഞു. നമ്മൾ ഈ ബാറ്ററി പാക്കിന്റെയും കാര്യങ്ങളും എല്ലാം നമ്മൾ ഷോറൂമിൽ പോയി അതിന്റെ സ്ട്രക്ചറും അതിന്റെ ഇൻസൈഡിലുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പം ബാറ്ററിയുടെ ആ ഒരു പ്ലാറ്റ്ഫോം വന്നിരിക്കുന്നത് ഇതിന്റെ താഴെയാണ്. അപ്പം ഒത്തിരി വെയിറ്റ് അതിന് കൊടുക്കല്ലെന്നാണ് അവർ പറയുന്നത്. ഇപ്പോൾ രണ്ട് വണ്ടിക്കും സെയിം ആയിരിക്കും. ഇതിന്റെ ബാറ്ററി പാക്ക് വരുന്നതുകൊണ്ട് ചിലപ്പോൾ ഓല അവിടെ വെയിറ്റ് കൂടുതൽ വെക്കാതിരിക്കാൻ വേണ്ടിയായിരിക്കാം ആ ഒരു ഹമ്പ് വെച്ചേക്കുന്നത്. അവരിതുള്ളതുകൊണ്ട് ചിലപ്പോൾ അവിടെ വെയിറ്റ് വെക്കില്ലല്ലോ. അവരിതുണ്ടാവും. പിന്നെ ബ്രേക്കിംഗ് ഓടിച്ചപ്പം വണ്ടി കംഫർട്ടാണ്. ഒരു ഇലക്ട്രിക് സ്കൂട്ടർ ഓടിക്കുന്ന എല്ലാ കംഫർട്ടും ഹൈറ്റ് കുറച്ച് കൂടുതലായിട്ട് ഫീൽ ചെയ്തു. പിന്നെ റൈഡ് വൈസ് ഇനിയിപ്പം വണ്ടി ഞാൻ ഏതർ യൂസ് ചെയ്ത് ഇണങ്ങിയത് കൊണ്ടാണോന്നറിയില്ല. പക്ഷെ ഒരു കോർണറിങ് അതുപോലെ ഒരു സ്പോർട്ടി ആയിട്ടൊക്കെ പോകുമ്പോൾ കുറച്ചുകൂടി കംഫർട്ട് ഏതറായിട്ട് തോന്നി. ഹൈറ്റിന്റെ ആയിരിക്കാം. പിന്നെ സീറ്റിംഗ് പൊസിഷനും കുറച്ചുകൂടി സ്പോർട്ടി ആയിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നത് വൈഡ് സീറ്റാണ്. ഇപ്പോൾ നമ്മൾ ഈ ഒരു ലെവലിൽ നമുക്ക് ഇരുന്ന് യൂസ് ചെയ്യാൻ പറ്റുന്നുള്ളൂ വണ്ടി. പക്ഷേ ഇത്ര ഇതിൽ ഇരുന്ന് റൈഡ് ചെയ്യാനും പിന്നെ നിർത്തുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ലെവലിൽ വന്നിരുന്നേ പറ്റുള്ളൂ. സീറ്റിന് എത്ര വീതി ഉള്ളതുകൊണ്ട് നമുക്ക് അല്ലെങ്കിൽ ബാക്കിലോട്ട് കയറി ഇരുന്നാലും കാല് കുത്തേണ്ട അവസ്ഥ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഫ്രണ്ടിലോട്ട് മാറി കുത്തേണ്ടി വരും. അതിലൊരു കാലേ കുത്തിക്കാൻ പറ്റും. അത് ലേഡീസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ടായിട്ട് വരും. അതൊരു കാര്യം ഫീൽ ചെയ്തു. സീറ്റിന് വിട്ട് കൂടുതലാണെങ്കിലും ചിലപ്പോൾ ഈ വൺ സൈഡ് ഒക്കെ ഇരിക്കുവാണെന്നുണ്ടെങ്കിൽ നല്ലതാണ്. ആ സൈഡ് ബാക്കിൽ ഇരിക്കുന്നവർക്കൊക്കെ വൺ സൈഡ് ഇരിക്കുവാണെന്നല്ല. രണ്ട് വാഹനങ്ങൾക്ക് ലേഡീസ് ഫുഡ് പാക്ക് ഒന്നും വന്നിട്ടില്ല. അപ്പൊ സൈഡ് തിരിഞ്ഞിരിക്കുന്നവർക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ടാവും. ഇതിപ്പോ ഇതില് പിന്നെ ഏതറിൽ അത് ഫുഡ് പാക്ക് ഇല്ലാത്തത് യൂസ് ചെയ്ത് ശീലമായി ഫ്രണ്ടിലോട്ട് കാല് വെക്കാൻ ഉള്ള സ്പേസ് ഉണ്ട്. ആ ഒരു ഫുഡ് റെസ്റ്റിൽ അത്യാവശ്യം അമ്മയ്ക്കൊക്കെ ഒന്ന് ചവിട്ടി കയറാൻ പറ്റും. ഇതില് ആ ഒരു ഈ ഫുഡ് പാക്കിനെ ആശ്രയിക്കേണ്ടി വരും. പക്ഷെ അത് നമുക്ക് എത്രത്തോളം അത് ചവിട്ടി കയറാനായിട്ട് യൂസ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് അതൊരു പ്രോബ്ലം ഉണ്ട്. പിന്നെ ബ്രേക്കിംഗ് ഏതറാണ് കുറച്ചുകൂടി ബെറ്റർ എന്ന് തോന്നി. രണ്ടിന്റെയും ഡിസ്ക് ആണല്ലോ വരുന്നത്. രണ്ടിന്റെ ഡിസ്ക് ആണ്. അത് ഏതറിന് വരുന്നത് പെറ്റൽ ഡിസ്ക് ആണ്. ഇത് നോർമൽ ഡിസ്ക് ആണ്. അതിന്റെ വ്യത്യാസമായിരിക്കും. പിന്നീട് ടയറിന്റെ വലിപ്പം കൂടിയിട്ടുണ്ടല്ലോ. 90 സൈസ് വരുന്നത്. അപ്പം അതിന്റെ ആ ഒരു വ്യത്യാസം വരും. പിന്നെ ഞാൻ ഇവിടെ വായിച്ചതില് ഈ ഡിസ്ക് ബ്രേക്കിന്റെ ഈ രണ്ട് സൈഡിലായിട്ട് കൊടുക്കുമ്പോൾ അതിന് കുറച്ച് കംഫർട്ട് കൂടുമെന്നാണ് ആ ഒരു വീഡിയോയിൽ ഞാൻ കണ്ടിരുന്നത്. ഫ്രണ്ട് ബ്രേക്ക് ലെഫ്റ്റ് സൈഡിലും റിയർ ബ്രേക്ക് റൈറ്റ് സൈഡിലും കൊടുക്കുമ്പോൾ അതൊരു കംഫർട്ടായിട്ട് വരുന്നതാണ്. ബാലൻസ്ഡ് ആയിരിക്കും രണ്ട് ഒരുമിച്ച് പിടിക്കുന്ന സമയത്ത്. അപ്പം ഒലയ്ക്ക് വൺ സൈഡിലാണ് വന്നിരിക്കുന്നത്. ഇതിന് രണ്ട് സൈഡിലും വന്നിരിക്കുന്നത്. അപ്പോൾ അതിന്റെ ഒരു ഡിഫറൻസ് ആയിരിക്കും. ഒരുവിധം ബൈക്കുകൾക്കെല്ലാം അങ്ങനെയാണ് വന്നിരിക്കുന്നത്. ബൈക്സിനൊക്കെ കൂടുതലും തണ്ടർബേർഡ് ഉണ്ട്. തണ്ടർബേർഡിന് ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും വന്നിരിക്കും. ആ ഒരു ഇതേ ഉള്ളൂ. പിന്നെ ആക്സിലറേഷൻ കൊടുക്കുമ്പോൾ ഒരു ലാഗ് തോന്നുന്നുണ്ട്. അത് ഒരു 0.5 സെക്കൻഡ് ചെറിയ ലാഗ്. ഏതർ ആക്സിലറേഷൻ നമ്മുടെ വിരൽത്തുമ്പിൽ തന്നെ വണ്ടി. പക്ഷെ ഒല മാത്രം ഓടിക്കുന്ന ഒരാൾക്ക് ആ ഒരു ലാഗ് ഒന്നും ഫീൽ ആവണമെന്നില്ല. ചെറിയ ശീലം ആ ഒരു ഇതായിക്കോളൂ. അത് ഇത് ഓടിച്ചിട്ട് അങ്ങോട്ട് വന്നപ്പോൾ ഫീൽ ചെയ്തു. എന്നുവെച്ചാൽ നമ്മൾ ആക്സിലറേഷൻ കൊടുത്തൊന്ന് നിന്ന് വണ്ടി എടുക്കുന്നുള്ളൂ. അതുപോലെ തന്നെ ബ്രേക്ക് പിടിച്ച് കഴിയുമ്പോഴും ബ്രേക്ക് പിടിച്ചപ്പോൾ നമ്മളൊരു കയറ്റത്ത് വെച്ച് ആക്സിലറേഷൻ കൊടുത്താലും അവിടെ ഒരു അത് എനിക്കൊന്ന് ഞാനും ട്രാഫിക്കിൽ ചെറിയൊരു കയറ്റമുള്ളൊരു ഭാഗത്തുണ്ടായിരുന്നു. അപ്പം ട്രാഫിക്കിൽ എനിക്കത് ചെറുതായിട്ടൊന്ന് ഫീൽ ചെയ്തിരുന്നു. പക്ഷേ ഞാൻ വിചാരിച്ചു അത് ഞാൻ കൈ കൊടുത്തതിൻ്റെ എന്തെങ്കിലും പ്രശ്നമാണെന്ന് വിചാരിച്ച് ഞാനത് മൈൻഡ് ചെയ്യാൻ പോയില്ല. അപ്പം ആ ഒരു ലാഗ് ഏതൊരു ആക്സിലറേഷനിൽ ആയിട്ട് തന്നെ വരുന്നുണ്ട്. ആക്സിലറേഷൻ നമുക്ക് കൈ കൊടുക്കുന്നത് തന്നെ വണ്ടിയിൽ ഫീൽ ചെയ്യും.
ഒലയുടെയും നമ്മുടെ ഏതർ 450Xൻ്റെയും ചെറിയൊരു ഡ്രാഗ് റേസ് നമ്മൾ എടുക്കാൻ പോവുകയാണ്. ഏത് വാഹനമാണ് ഏറ്റവും പിക്കപ്പ് കൂടുതൽ, ഇനിഷ്യൽ പവർ കൂടുതലുള്ളത് നമ്മൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് പോവുകയാണ്. നമ്മൾ ജസ്റ്റ് ആ ഗ്രൗണ്ടിൽ നോക്കിയപ്പം നല്ലതായിട്ട് എടുക്കാൻ പറ്റിയില്ല. നമുക്കിനി ഇവിടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. 1 2 3 ഗോ. അടുത്തതിൽ നമ്മൾ ഒലയുടെ സ്പോർട്സ് മോഡും അതുപോലെ തന്നെ നമ്മുടെ ഏതറിൽ റൈഡ് മോഡുമാണ് ഇട്ടിരിക്കുന്നത്. അതായത് രണ്ടാമത്തെ മോഡാണ് രണ്ട് വാഹനം കൂടെ ഇട്ടിരിക്കുന്നത്. ഏതറിന് മൂന്നാമത്തെ മോഡാണ് സ്പോർട്സ് മോഡ് വരുന്നത്. അത് നമ്മൾ നോക്കുന്നില്ല. നമ്മൾ റൈഡ് മോഡ് ഇട്ട് രണ്ട് വാഹനം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, റെഡി? 1 2 3 ഗോ. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമ്മൾ രണ്ടുപേരും രണ്ട് വാഹനങ്ങളും ഫില്ലെണ്ണ വെച്ചിട്ടാണ് നമ്മൾ ട്രൈ ചെയ്യാനായിട്ട് പോകുന്നത്. രണ്ട് വണ്ടിയിൽ നമ്മൾ സ്പോർട്സ് മോഡ്, അതായത് ഒലയിൽ നമ്മൾ സ്പോർട്സ് മോഡും നമ്മുടെ ഏതറിൽ റൈഡ് മോഡും കണ്ടിരിക്കുന്നത്. രണ്ട് വാഹനങ്ങളിൽ രണ്ടാമത്തെ മോഡാണ് ഇട്ടിരിക്കുന്നത്. നമ്മുടെ ഏതറിൽ മൂന്നാമത്തെ മോഡാണ് സ്പോർട്സ് മോഡ് വരുന്നത്. അതുകൊണ്ട് നമ്മൾ അതിൻ്റെ രണ്ടാമത്തെ മോഡാണ്. റെഡി 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 1 2 3 ഗോ. കേറൂല, ഒല കേറൂല. അവർ പോയി രണ്ടുപേര് വെച്ച് നമ്മൾ കേറുന്നില്ല. ആ ഓക്കെ ഓക്കെ ഓക്കെ, ഇവിടുന്ന് പിക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇവിടുന്ന് കയറ്റത്തിൻ്റെ ഹാഫ് വെച്ച് ഇപ്പം നമ്മുടെ നോർമൽ ഒരു 100cc സ്കൂട്ടർ എടുക്കുന്ന ഒരു പിക്കപ്പാണ്. അതായത് കയറ്റത്തിൽ വെച്ച് നിർത്തുമ്പോൾ ഒരു ചെറിയൊരു ലാഗ് വരും. അതിനുശേഷം നല്ലൊരു സ്വീറ്റ് സൗണ്ടോട് കൂടി ഇത് കയറി പോകുന്നുണ്ട്. പക്ഷേ അത് ആദ്യം തന്നെ ആ ഒരു സ്വീറ്റ് സൗണ്ടൊക്കെ ആദ്യം തന്നെ കൊടുക്കുകയുണ്ടായിരുന്നു. പിന്നീട് ഇതിന് ക്രൂസ് കൺട്രോളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. റിവേഴ്സ് ഗിയർ രണ്ടിനും ഉണ്ടല്ലോ. റിവേഴ്സിന് ഡെഡിക്കേറ്റഡ് സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ടച്ച് ഡിസ്പ്ലേയിലാണ് വന്നിരിക്കുന്നത് അല്ലേ? ടച്ചിലും പിന്നെ കോമ്പിനേഷൻ സ്വിച്ചും ഉണ്ട്. കോമ്പിനേഷൻ ബ്രേക്കും ഇൻഡിക്കേറ്ററും ചെയ്ത് കഴിഞ്ഞാൽ റിവേഴ്സ് ഗിയർ. ഓക്കെ ഓക്കെ, അങ്ങനെ ട്രിക്സ് ഒക്കെ ഉണ്ടല്ലേ? ടച്ച് യൂസ് ചെയ്യണമെന്നില്ല. ഓക്കെ, പിന്നെ ഈ കീ ഇല്ലാത്തതുകൊണ്ട് ഈ ഡിക്കിയൊക്കെ ബൂട്ടൊക്കെ തുറക്കാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. ഓണാക്കി പാസ്വേഡ് അടിച്ചിട്ട് വേണം നമുക്ക് ബൂട്ട് ഓപ്പൺ തുറക്കാൻ. ഇതിൽ കീ ഇട്ട് തന്നെ തുറക്കാൻ പറ്റുന്നുണ്ട്. ഇത് പൂർണ്ണമായിട്ട് ഒരു ഇലക്ട്രോണിക് ഡിവൈസ്. ഇപ്പം ഓൺലൈനിൽ ഓർഡർ ചെയ്ത് മേടിക്കുന്ന പോലത്തെ ഒരു സ്മാർട്ട് ഡിവൈസ്. ആ ഒരു രീതിയിലുള്ള ഒരു വാഹനമാണല്ലോ ഓല എന്ന് പറയുന്നത്. തികച്ചും സ്മാർട്ടായിട്ട് അത് നമ്മൾ ഒന്ന് പഴകി വരണം. തീർച്ചയായിട്ടും പുതിയൊരു തലമുറ, സ്കൂട്ടറുകളുടെ ഒരു തലമുറ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ പറയാം. കാരണം ഇനി ഇതിനെ ഫോളോ ചെയ്തിപ്പം ഇനി സിമ്പിൾ 1 വരുന്നു. അപ്പം അതിലും ചില ചേഞ്ചസ് കാണും. അപ്പം പൂർണ്ണമായിട്ടും സ്കൂട്ടറിൻ്റെ ആ ഒരു തലമുറ ജനറേഷൻ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതിൽ വരുന്ന മാറ്റങ്ങളായിരിക്കാം ഈ സ്വിച്ചസ് നോക്കി കഴിഞ്ഞാലും ബാക്കി എല്ലാ കാര്യങ്ങളും. ഈ ഇലക്ട്രിക് സ്കൂട്ടറുകളിൽ മാത്രമല്ലാതെ എല്ലാ ബൈക്കും സ്കൂട്ടറും എല്ലാത്തിനും ഒരേപോലുള്ള നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ ചാർജർ പോലെ തന്നെ എല്ലാത്തിനും ഒരേ സ്വിച്ചുകളാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്നൊരു ആവശ്യത്തിന് എടുത്തുകൊണ്ട് പോകുമ്പോൾ അതൊരു ഫ്രണ്ട്ലി ആയിട്ട് വരും. നമ്മുടെ ഇവിടെയുള്ള പല കാറുകളിലും ഇൻഡിക്കേറ്റർ സ്വിച്ച് ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലുമായിട്ട് മാറി വരുന്നുണ്ട്. അപ്പോൾ മിക്കവാറും ചിലപ്പോൾ നമ്മൾ ഇൻഡിക്കേറ്റർ ഇടുമ്പോൾ വൈപ്പറായിരിക്കും എപ്പോഴും പറ്റുന്നതാണ്. ഒരു കൺഫ്യൂഷൻ. അതുപോലെ കുഴപ്പമില്ല. പിന്നെ ക്വാളിറ്റി ബേസ് എന്തോ നമുക്ക് അറിയില്ല, അതിനെപ്പറ്റിയൊന്നും ഇതുവരെ അങ്ങനെ കംപ്ലൈൻസ് ഒന്നും വന്നിട്ടില്ലെന്ന് തോന്നുന്നു. ക്വാളിറ്റി വൈസ് ഈ രണ്ട് വാഹനങ്ങളാണല്ലോ ക്വാളിറ്റിയിൽ മുകളിൽ നിൽക്കുന്നത്. അതിൻ്റെ ഒരു ഫ്രണ്ട് ആ വൈസറിൻ്റെ അവിടെ ചെറുതായിട്ട് ക്രാക്ക് വീണ് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഷോറൂമിൽ ഇതായപ്പോൾ അവർ വാറണ്ടിയിലാണ്. എത്ര നാളാണ് ഇതിന്റെ വാറണ്ടി പറഞ്ഞിരുന്നത്? ഒരു 1 year പറഞ്ഞിട്ടുണ്ട് ബോഡി പാർട്സിന്. ടോട്ടൽ 1 year ബോഡി പാർട്സ് ഇതിലൊക്കെ മാറ്റി തരും. അത് മാറ്റി തരാം. അല്ലാതെ വേറെ ഇപ്പോൾ 10,000 കിലോമീറ്റർ ആയിട്ടും വേറെ റേഞ്ചിൽ വ്യത്യാസം ഒന്നും വന്നിട്ടില്ല. ബാക്കി എങ്ങനെയുണ്ട്? 10,000 കിലോമീറ്ററിന്റെ നമുക്കൊന്ന് അറിയാമല്ലോ. എങ്ങനെ റേഞ്ചിലൊന്നും വ്യത്യാസം വന്നിട്ടില്ല. റേഞ്ചിൽ വ്യത്യാസം ചാർജിങ് ടൈമിലോ? ചാർജിങ് ടൈം എല്ലാം അതുപോലെ തന്നെ സ്കൂട്ടർ പോലെ തന്നെ 90+ ഒക്കെ 90
91 അത്ര ഒരു റേഞ്ച് കയറും. അത് മതി. സ്കൂട്ടർ ആകുമ്പോൾ നമുക്ക് ആ ഒരു സ്പീഡിൻ്റെ ആവശ്യമേ ഉള്ളൂ. ഇതിന് 110 115 എന്നൊക്കെ പറയുന്നു. പക്ഷെ അത്രയും ഒന്നും നമ്മൾ ഉപയോഗിക്കാൻ സേഫ് അല്ല. കാരണം ചെറിയ ടയർ പിടിച്ച് നിൽക്കണമെന്നില്ല. അതെ 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 ആ ഒരു തീർച്ചയായിട്ടും സേഫ് അല്ല. ഇതിപ്പോൾ ഡിസ്ക് ബ്രേക്ക് ഉണ്ട്, ABS ഉണ്ട്, എന്തുണ്ടെന്ന് പറഞ്ഞാലും സ്കൂട്ടറിന് അത് സേഫ് അല്ല. അതെ 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 അതെ. ഓക്കെ, അപ്പം നമ്മുടെ ഒല ഏതറിൻ്റെ കമ്പാരിസണിൻ്റെ സെക്കൻഡ് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഈ രണ്ട് വാഹനങ്ങളെ പറ്റിയുള്ള എന്തെങ്കിലും ഡൗട്ട്സ് നിങ്ങൾക്കുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെ കമൻറ്റായിട്ട് ചെയ്യുക. തീർച്ചയായിട്ടും നമ്മൾ ഈ വാഹനങ്ങളുടെ ഓണേഴ്സിനോട് ചോദിച്ചിട്ട് ആ ഡൗട്ട്സ് നമ്മൾ ക്ലിയർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പം നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമ്മുടെ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നത് വരെ ഗുഡ് ബൈ.